ഇക്കാര്യത്തിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കോൾ മീ എനി ടൈം. തീർച്ചയായും സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വരുണേ, അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നീയാണല്ലേ? നിനക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് നിന്റെ അമ്മയും. അപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ചാണ് നിന്റെ കളി. എന്റെ വംശത്തെ വേരോടെ കളയണോ അല്ലേ? എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സോറി വാവേ, ഇവന്റെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടാവുമെന്ന സംശയത്തിലാണ് നിനക്ക് വല്ലതും പറ്റുമെന്നുള്ള പേടി പോലും മറന്നിട്ട് ഞാൻ ഈ കാറിൽ കയറിയത്. പക്ഷെ ഇത് നിനക്ക് വേണ്ടിയാ. ആ ആഭരണങ്ങൾ കിട്ടിയ ശാപമോചനം കിട്ടും. പിന്നെ നിനക്ക് യാതൊരു ആപത്തും ഉണ്ടാവില്ല. എന്റെ ശ്രീരാമ, എന്റെ ഈ പ്രയത്നത്തിനിടയ്ക്ക് എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. സാർ, ഇപ്പൊ വരാ സാർ. അടുത്തന്നെ ഉണ്ട്. വൈദേഹിയാണല്ലോ അത്. സാർ സാർ ഞാൻ വന്നേക്കാം സാർ. വൈദേഹി, മിസ് ചെയ്ത് കളഞ്ഞല്ലോ. കാറോടെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ദേവനോട് ഇക്കാര്യം ഉടനെ തന്നെ പറയണം. ഹലോ ദേവ. പറയൂ മഹേന്ദ്ര. വൈദേഹി, അത് വൈദേഹി. വൈദേഹി? വൈദേഹിക്ക് എന്താ പറ്റി മഹേന്ദ്ര? വൈദേഹി ഒരു കാറില് ബാക്ക് സീറ്റിൽ ഒളിച്ചിരുന്ന് ഇങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. വൈദേഹി കാറിൽ ഒളിഞ്ഞിരുന്ന് പോകുന്നെന്നോ? നീ എന്തൊക്കെയാ മഹേന്ദ്ര ഈ പറയുന്നേ? നീ വേറെ ആരെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചതാവും. വൈദേഹി വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇല്ല ദേവാ, ആ കാറിനെ ഞാൻ കുറെ ദൂരം ഫോളോ ചെയ്താ. അതിലുള്ളത് വൈദേഹി തന്നെയാ. തൊട്ടടുത്തെത്തിയപ്പോഴേക്കും എങ്ങനെയാ മിസ്സായി പോയി. നീ പറയുന്നത് സത്യമാണോ? സത്യോ ദേവാ. എനിക്കെന്താ വൈദ്യയുടെ കാര്യത്തിൽ പേടി തോന്നുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ആ കാറിൽ നീ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? അത് നോക്കില്ല. അതൊരു ഇന്നോവ കാറാ, 4455. അത് നമ്മുടെ കാറ് തന്നെയല്ലേ? അതെയോ? നിങ്ങളുടെ കാറിൽ അവൾ തന്നെ ഒളിഞ്ഞിരിക്കുന്നേ. അപ്പോ കാറിൽ മറ്റാരോ ഉണ്ടായിരിക്കണം ദേവ. അതാ വരുണായിരിക്കാനാ സാധ്യത മഹേന്ദ്ര. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പുറപ്പെടുക. നീ ആ കാറ് വേഗം കണ്ടുപിടിക്കേ. വൈദേഹിക്ക് ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. പ്ലീസ് ഫോളോ. ശരി ദേവ, നീ എത്രയും പെട്ടെന്ന് വാ.
അമ്മ ആ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ എവിടെയോ അല്ലേ ആ ഭാർഗവനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആദ്യം അതെല്ലാം അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കണം. ഇവിടെയാണെന്നാണല്ലോ പറഞ്ഞത്. ആ ഭാർഗവൻ എവിടെ? ആരത്? ആരാടാ അവിടെ? എടാ, ദേവേട്ട, വൈദേഹി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ നീ ഇവനെ ഫോളോ ചെയ്തേ? ദേവേട്ട, ഇവൻ എവിടെയോ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിട്ട് വരാന്ന് ആരോട് ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. അതാ ആഭരണങ്ങളായിരിക്കുമെന്ന് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. മഹേന്ദ്ര, ഇവനെ വേഗം കൊണ്ടുപോയിക്കോ. ഇവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നടക്ക. എത്ര നാളുകൾക്ക് ശേഷം നമ്മുടെ മോള് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അല്ലേ രാമ? ശരിയാണ്. അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് സുലേഖെ. ഇപ്പൊ അവള് ഗർഭവതിയാണ്. എന്തെങ്കിലും തെറ്റുപറ്റിയാ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. അത് പറയേണ്ട കാര്യമുണ്ടോ? ദേ അവരെത്തിന്നാ തോന്നുന്നേ. സുഖാണോ മോനെ? ആ, സുഖായിരിക്കുന്നു അച്ഛാ. അച്ഛനോ? എല്ലാവരും നന്നായിരിക്കുന്നു. മോളെ, അമ്മേ, സുഖായിരിക്കുന്നു അമ്മേ. സുഖായിരിക്കുന്നു മോളെ. നിനക്കോ? സുഖായിരിക്കുന്നു. വാ. സുഖാണോ അച്ഛാ? സുഖായിരിക്കുന്നു മോളെ. നിനക്ക് സുഖാണോ? സുഖായിരിക്കുന്നു. മോനെ ദേവാ, സുഖായിരിക്കുന്നു? ആ, സുഖാണമ്മേ. അമ്മയ്ക്കോ? സുഖായിരിക്കുന്നു. അമ്മേ, എന്താ ഈ ഒരുക്കങ്ങളൊക്കെ? ഇന്നതിന് വിശേഷ ദിവസമൊന്നുമല്ലല്ലോ അച്ഛാ. എത്രയോ പോരാട്ടത്തിനൊടുവിലല്ലേ ഗർഭവതിയായി നീ വീട്ടിലേക്ക് വരുന്നത്. ഇതിലും വലിയ വിശേഷം മറ്റെന്താ ഉള്ളത്? ഇതല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. പാവപ്പെട്ടവരാണെങ്കിലും ഉള്ളതുകൊണ്ട് പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് അച്ഛന് വാക്കു കൊടുത്തിട്ടല്ലേ പോന്നത്. സത്യത്തിൽ നിങ്ങൾ പാവപ്പെട്ടവരല്ല അച്ഛാ, ധനികമായ മനസ്സുള്ളവരാ. മനസ്സ് നിറയെ സ്നേഹമുള്ളവര്. ആ സ്നേഹമുള്ളപ്പോ അതിന്റെ മുന്നിലും മറ്റെല്ലാം ചെറുതാണച്ചാ. വാ മക്കളെ, നമുക്ക് അകത്തേക്ക് പോവാം. അമ്മേ, ദീപം എടുത്തോണ്ട് വാ. അകത്തേക്ക് വാ. നടക്ക്. മോനെ വാ. വാ മോനെ.
വൈദേഹി വാ. അകത്തേക്ക് വരുമോളെ. അകത്തെ കയറുമോനെ. നിക്കടി അവിടെ. എന്താ അമ്മയുടെ പ്രശ്നം? ഗർഭിണിയായ എന്റെ മോള് വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് എന്തിനാ ഈ അപശകനം പോലെ? അമ്മേ, അമ്മയ്ക്ക് വൈദേഹി ഇഷ്ടമല്ലെങ്കിൽ കണ്ടില്ലെന്ന് ഭാവിക്കണം. അതല്ലാതെ ഒന്നടങ്ങടാ രാമ. കാര്യം അറിയാതെ ചെലക്കല്ലേ. ഗർഭവതിയായ പെൺകുട്ടി ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും സന്തോഷിക്കുന്നുണ്ട്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ നിന്നേക്കാളും കൂടുതൽ എനിക്ക് ശ്രദ്ധയുണ്ടടാ. പിന്നെ സുലേഖേ, ഇതൊരിക്കലും മോൾക്ക് കൊടുത്തേക്കരുത് കേട്ടോ. അവളെങ്ങാനും ഇത് കഴിച്ചാ കുഞ്ഞ് കലങ്ങിപ്പോകുന്നറിയാലോ. ഗർഭവതികൾ വീട്ടിലുള്ളപ്പോ ഇതൊന്നും വീട്ടിൽ പോലും ഉണ്ടാവരുത്. അയ്യോ അമ്മ, ഇത് ഞാനെടുത്ത് പുറത്തു കളയാൻ വെച്ചിരുന്നതാ, പക്ഷെ മറന്നുപോയി. ഈ മറവിയാ വേണ്ടെന്ന് പറഞ്ഞേ, പിന്നല്ല എന്റെ തലയിലാവും. ചെല്ല, ഇത് പുറത്തു കൊണ്ട് കളേ. ഇത് സത്യമാണോ അതോ സ്വപ്നാണോ? എപ്പോഴും എന്നെ കടിച്ചു കയറാൻ വരുന്ന അച്ഛമ്മ എന്റെ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുന്നോ? എന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സുലേഖയ്ക്ക് ഒരു കുന്തോ അറിയില്ല. എന്താടി വൈദേഹി, എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഇത്രയും കാലം കൊട്ടാരത്തിൽ ജീവിച്ചതല്ലേ, ഇവിടെ എങ്ങനെ കഴിയുമെന്നായിരിക്കും. അങ്ങനെയൊന്നുമില്ല അച്ഛമ്മേ. വൈദേഹിക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. എവിടെയാണെങ്കിലും അവൾ ഓക്കെയാ. അതെനിക്ക് അറിഞ്ഞൂടെ ദേവാ. അമ്മ വീടും ഭർത്താവിന്റെ വീടും അതാണെങ്കിലും വളർന്നത് ഈ വീട്ടിലല്ലേ. ഞാനല്ലേ ഇവളെ വളർത്തിയത്. ഇവിടെ എന്റെ മോള് സന്തോഷവതിയായിരിക്കും. നിന്റെ പ്രസവവും ഇവിടെ തന്നെ മതി. എന്റെ മേൽനോട്ടത്തിൽ തന്നെ ഞാനത് നടത്തിയിരിക്കും. ഇതിലും വലിയ ഭാഗ്യം വേറെ എനിക്ക് എന്ത് കിട്ടാനാ അച്ഛമ്മേ? എന്റെ വൈദേഹി വളർന്നു വലുതായ ഈ വീട്ടിൽ എന്റെ കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ശരിക്കും പുണ്യം ചെയ്തിരിക്കണം. അത് ഞങ്ങളുടെ കടമ മാത്രമല്ല, ഭാഗ്യം കൂടിയാ. അവളെ ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്താടാ അവിടെ വായും പൊളിച്ച് നിൽക്കുന്നേ? മക്കളെ അകത്തേക്ക് വിളിക്ക്. വിളിച്ചോണ്ട് പോ. അവർക്കുള്ള മുറിയൊക്കെ വൃത്തിയാക്കിയോ? സുരേഖേ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അതിങ്ങ് കൊണ്ടുവാ, ഞാൻ കൊണ്ട കളയട്ടെ. വാ മോളെ. ചെല്ലു മോളെ, അകത്തേക്ക് അല്ലേ, അകത്തേക്ക് അല്ലേ. ചെല്ല് ചെല്ല്, അകത്തേക്ക് ചെല്ല്. എന്തൊരു സന്തോഷം അവളുടെ മുഖത്ത്. ഈ സന്തോഷം ഇവിടെ തന്നെ ഞാൻ കുഴിച്ചു മൂടും. ഇതെന്താ ഇവൻ ഫോൺ എടുക്കാത്തെ? ഇപ്പൊ വരാന്നും പറഞ്ഞു പോയത് അവൻ, ഇതുവരെ വന്നില്ലല്ലോ. ഫോണാണെങ്കിൽ എടുക്കുന്നുമില്ല. എവിടെ പോയി കിടക്കും ഇവൻ? ഓ, ഒന്ന് ഫോൺ എടുക്കടാ വരുൺ. എന്തൊരു കഷ്ട ഇത് വരുൺ.
എന്റെ ദൈവമേ, ഞാനിവിടെ കിടന്ന് മരിച്ചു പോവുമല്ലോ. ഞാൻ കാല് പിടിക്കാൻ എന്നെ ഒന്ന് അഴിച്ചുവിട്. എടാ, ആരൊക്കെയാ നിങ്ങള്? എന്താ നിനക്കൊക്കെ വേണ്ടേ? അഴിച്ചു വിടറാ എന്നെ. എന്നെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് പുകയ്ക്കുന്നേ? ഏയ്, നിനക്കൊക്കെ എന്ത് കിട്ടൂടാ? എടാ, നിനക്കൊക്കെ എന്താ വേണ്ടി? നിങ്ങളൊന്ന് പറ. എന്നെ ഒന്ന് അഴിച്ചു വിട് പ്ലീസ്. പ്ലീസ് ഡാ, ആരെങ്കിലും ഒന്ന് വന്ന് സംസാരിക്കേ. നിങ്ങളുടെ ആവശ്യം എന്താണെന്നൊന്ന് പറയേ. എടാ, കെട്ടഴിച്ചു വിടറാ പ്ലീസ്. ഞാനിവിടെ കടന്ന് മരിച്ചു പോവടാ. കെട്ടൊന്ന് അഴിച്ചു വിട്. അഴിച്ചു വിടറാ പ്ലീസ്. ഒടുക്കത്തെ ഫോൺ. ഈ ഫോൺ ഇങ്ങനെ കടന്ന് റിങ് ചെയ്തിട്ട് എന്ത് കാര്യം? വേറെ ആരാ? ഊർമിളയായിരിക്കും കടന്ന് വിളിക്കുന്നത്. ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തെറി വിളിക്കുന്നുണ്ടാവും. എന്റെ വിഷമം നീ അറിയുന്നില്ലല്ലോ. നിന്നെ ഇതുപോലെ കെട്ടിയിട്ടിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. തെറി വിളിച്ചോ, എത്ര വേണമെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. എടാ, ഞാൻ കാല് പിടിക്കാടാ, എന്നെ ഒന്ന് അഴിച്ചു വിട്. ഡാ, എന്തു ചോദിച്ചാലും ഞാൻ തരാ. ഈ പുക കൊണ്ടിട്ട് എനിക്ക് വയ്യ. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എവിടെ കറങ്ങി നടക്കാന്ന് ആർക്കറിയാം. ഒന്ന് ഫോണെങ്കിലും എടുത്തൂടെ? എന്താ നിങ്ങൾ അങ്ങനെ നോക്കുന്നത്? നിന്റെ മുഖത്ത് ടെൻഷൻ നോക്കുമായിരുന്നു. കുടിക്കാൻ വല്ല വെള്ളം വേണോ? അതോ ബിപിയുടെ ടാബ്ലറ്റ്സ് എടുത്ത് തരട്ടെ, കഴിക്കുന്നോ? എന്തേ, കളിയാക്കുവാണോ? ആരെങ്കിലും കൊണ്ടു തന്നാലല്ലാതെ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റൂ? എന്നിട്ട് നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിക്കുന്നു. കണ്ടോ, ആ കാര്യം പോലും മറന്നോണ്ട് ഞാൻ നിനക്ക് വെള്ളം എടുത്ത് തരാന്ന് പറയണമെങ്കിൽ എന്നെക്കാളും നിന്റെ അവസ്ഥ എന്തൊരു ദാരുണമാണെന്ന് ആലോചിച്ചേ. നിങ്ങൾക്കിത് ഇപ്പോഴാണോ മനസ്സിലായത്? നിങ്ങൾ എന്നീ ചക്രക്കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതാ. എന്റെ ഈ ഗതികേടെന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും നാളും അറിയില്ലായിരുന്നു. അത് ഓരോരുത്തരുടെയും ചിന്താഗതി അനുസരിച്ചിരിക്കും. ഈ സമയത്ത് എന്റെ കൂടെ നിൽക്കേണ്ടത് നിന്റെ കടമയാണെന്ന് നീ കരുതിയിരുന്നെങ്കിൽ സന്തോഷിക്കാൻ പറ്റുമായിരുന്നു. ഭാരമാണെന്ന് കരുതിയ ഗതികേടാണെന്ന് തോന്നുന്നു. അല്ല, അജയൻ ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് വേണ്ടതൊന്നും ഒരിക്കലും നിന്നെ കൊണ്ട് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. തെറ്റ് ചെയ്യാൻ ഒരു നിമിഷം മതി ഊർമിളെ. പക്ഷേ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്കെല്ലാം ഉത്തരം പറയേണ്ട ഒരു ദിവസം വരുമെന്ന് നീ മറക്കണ്ട ഊർമിളെ. തെറ്റോ? എന്ത് തെറ്റാണാവോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അതറിയില്ല, പക്ഷെ നിന്റെ മുഖം കണ്ടാലേ മനസ്സിലാവും നീ ഏതോ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് കേട്ടാ ഞാൻ തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമ്പിട്ട് നടക്കുകയാണെന്ന് തോന്നുവല്ലോ. ഇത് നീ എന്നോട് ചോദിക്കണ്ട, നിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിക്കും. ശരി ഉത്തരം അവിടെ നിന്ന് തന്നെ കിട്ടും. ഈ വീട്ടിൽ നീ ചെയ്തു കൂട്ടുന്നതെല്ലാം ശരിയാണോന്ന് നിന്റെ മനസാക്ഷി തന്നെ പറയും. ആയിരത്തെട്ട് ടെൻഷൻ്റെ ഇടയ്ക്കാ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇയാടെ കിന്നാരം പറിച്ചില്ല. വല്ലതും മനസ്സിലാക്കിക്കൊണ്ടാണോ ഇയാൾ ഈ പറയുന്നൊക്കെ? ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ, എന്നാലും ആ വൈദേഹിയുടെ അന്ത്യം കാണാതെ ഞാൻ അടങ്ങില്ലെന്ന് ഉറപ്പാ. എന്തു പറയുന്നു? കേട്ടു നോക്ക് ദേവാ. അഴിച്ചു വിടറാ എന്നെ. ആരാണ് നിങ്ങള്? ആരാണെന്നെങ്കിലും ഒന്ന് പറയടാ.
പ്ലീസ് ഒന്ന് പറയേ. ഡാ, എന്നെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് പുകയ്ക്കുന്നേ? കേട്ടില്ലേ ദേവ, ഇതാണ് അവന്റെ അവസ്ഥ. ദേവേട്ടാ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. ഇപ്പൊ അവൻ പറയും ദേവേട്ടാ, നമുക്ക് ചോദിക്കാം. വൈദേഹി, എന്തൊക്കെ സംഭവിച്ചാലും ഇത് നമ്മളാണെന്ന് അവനൊരു സംശയം തോന്നാൻ പാടില്ല. അഥവാ നമ്മളെ മനസ്സിലായ അവനെ നമ്മളൊന്നും ചെയ്യില്ല എന്നൊരു ധൈര്യം അവനുണ്ടാവും. ആയിക്കോട്ടെ ദേവേട്ടാ. ദേവേട്ടനല്ല, ബഹദൂർ. ശരി ബഹദൂർ, എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ അവനെ കൊണ്ട് സത്യം പറയിക്കണം. എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്.